എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു അടിപൊളി ക്യാരറ്റ് പനാ കോട്ടയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുട്ടികൾ ഇതൊക്കെ കഴിക്കുക. നമ്മൾ സാധാരണ ക്യാരറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ മടിയാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റാണ്. ക്യാരറ്റ് വേവിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഈ ക്യാരറ്റ് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സ്വല്പം പഞ്ചസാര ആഡ് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പഞ്ചസാരയും ക്യാരറ്റും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് വെന്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടും. നമ്മൾ ക്യാരറ്റ് ജാറിലിട്ടിട്ട് അരച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൗളിൽ നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് സ്വല്പം ജലാറ്റിൻ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് ജലാറ്റിൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ജലാറ്റിൻ അങ്ങനെ തിളപ്പിച്ച് ചൂടായിട്ട് കറക്റ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 2 ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെരിച്ചൊരു ഷേപ്പ് കിട്ടാനായിട്ട് ഞാനൊരു ബൗളിൽ 2 ഗ്ലാസ്സുകൾ വെച്ചിട്ട് അതിൽ സ്വല്പം ഒഴിച്ച് ചെരിച്ച് വെക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം അതിലേക്ക് പാൽ ആഡ് ചെയ്തിട്ടും സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിൽ തന്നെ 2 കളറായിട്ട് കിട്ടും. നമുക്ക് ഇത് വഴുക്കാതിരിക്കാനായിട്ട് ഒരു തുണി അതിൽ വെച്ചതിന് ശേഷം നമുക്ക് ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കൂടി നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് സ്വല്പം ചെരിച്ച് വെച്ച് കട്ടയാക്കി എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. വേറെ രീതിയിലും ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് പകുതി വരെ ആക്കിയിട്ടും ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ ഒരു ചെറിയ ഐഡിയ ആണ്. നിങ്ങൾക്കിതിൽ മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഇത് ഫ്രിഡ്ജിലിരുന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള പാല് റെഡിയാക്കാം. ഞാൻ ഈ പാലിൽ സ്വല്പം ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ആവശ്യാനുസരണം പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലും സ്വല്പം ജലാറ്റിൻ ആഡ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. നേരത്തെ നമ്മളൊരു സ്പൂൺ ജലാറ്റിൻ എടുത്ത് ചൂടാക്കി മിക്സ് ചെയ്തല്ലോ, അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ജലാറ്റിൻ ചൂടാക്കിയിട്ട് 2 ഒരേ സെയിം ചൂടിൽ തന്നെ ആക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒരു സ്പൂണ് വാനില എസൻസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറണം. ചൂടാറി കഴിയുന്ന സമയത്ത് നമ്മളുടെ ക്യാരറ്റ് നമ്മൾ സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ, അത് കറക്റ്റായിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അത് സെറ്റാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിത് 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് കട്ടാക്കി എടുത്തതാണ്. ഇങ്ങനെ കട്ടായിട്ട് എടുക്കണമെന്നൊന്നുമില്ല. ഞാൻ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നന്നായി കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കാൻ കണ്ടു. ഇത് നന്നായിട്ട് ഉറച്ച് കറക്റ്റായിട്ടുണ്ട്. ഇത് വീഴൊന്നുമില്ല ഇതിൽ നിന്ന്. അപ്പോൾ നമുക്കിത് നല്ലൊരു ഭംഗി തന്നെയുണ്ട് കാണാൻ. വളരെ ടേസ്റ്റുമാണ്. നമുക്കിത് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിത് അങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഞാനിത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുത്ത് കാണിക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ്. ഇത് വളരെ ടേസ്റ്റിയുമാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.